ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല മഴ പെയ്യാന്ന്, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരോടും ആദ്യം തന്നെ അതിനൊരു ക്ഷമ ചോദിക്കുകയാണ്. അതുകൂടാതെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. പറ്റുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. കാരണം നമ്മുടെ വീഡിയോക്ക് റീച്ച് കുറവാണ്, വളരെയധികം കുറവാണ്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുമോ എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യൂ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വീഡിയോസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് വെച്ചാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എത്രത്തോളം റീച്ച് ആവും എന്നുള്ള കാര്യം. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഷാർപ്പായിട്ട് സെൽ ഓഫിന് ശേഷം ഇന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. IT മെറ്റൽ സെക്ടറുകളുടെ സഹായത്തോടു കൂടി സെൻസെക്സ് 769 പോയിന്റ് ഉയർന്ന് 81,721 നിഫ്റ്റി 243 പോയിന്റ് ഉയർന്ന് 24,853 ക്ലോസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഷാർപ്പായിട്ടുള്ള ഫോളിനുള്ള കാരണങ്ങൾ. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു US ബോണ്ട് ഡീലിലുണ്ടായിരുന്ന ആ ഒരു വർധനവ്. അത് സ്റ്റേബിളായി വരികയാണ്. അതുകൊണ്ട് തന്നെ IT സ്റ്റോക്സ് നല്ല രീതിയിൽ നിന്ന് ബൂം ചെയ്തിട്ടുണ്ട്. അത് നിഫ്റ്റി സെൻസെക്സിനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. വിക്സും ഓൾമോസ്റ്റ് സ്റ്റേബിളാണ്, ജസ്റ്റ് 1% ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളൂ ഇന്ന്. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 0.63%, സ്മോൾ ക്യാപ്പ് 0.88% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് FMCG സെക്ടർ 1.58% ഉയർന്നിട്ടുണ്ട്. IT സെക്ടർ 1.48% വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബാങ്ക് 1.01% വർദ്ധിച്ചിട്ടുണ്ട്. താഴോട്ട് പോയ പ്രധാനപ്പെട്ട ഒരു സെക്ടർ ഫാർമ സെക്ടർ ആയിരുന്നു. 0.68% ഡൗൺ ആയിട്ടാണ് അത് ക്ലോസ് ചെയ്തത്. ഇനി NSEയിലെ അഡ്വാൻസ് ഡിക്ലൈനേഴ്സ് നോക്കുകയാണെങ്കിലും 1731 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 1132 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് നാളെ 24-ാം തീയതി വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ 24-ാം തീയതി ശനിയാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഒന്നാമത് JK സിമെൻ്റ് ആണ്. അതുകൂടാതെ ഇൻഡിഗോ പെയിൻറ്റ്സ്, ഹെൽത്ത് കെയർ, ഗ്ലോബൽ എൻ്റർപ്രൈസ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. ഇനിയും കമ്പനികളുണ്ട്. ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗത്തെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഇൻഡിഗോ എയർലൈൻസുമായി ബന്ധപ്പെട്ടാണ്. ഇൻഡിഗോ അവരുടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള 80 എയർക്രാഫ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. 2026 തുടക്കത്തോടു കൂടി തന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. കറൻ്റ് നോക്കുകയാണെങ്കിൽ 40 പ്ലെയിൻസ് എഞ്ചിൻ ഇഷ്യൂസ് കാരണം അവരെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ 30 റീആക്ടിവേറ്റ് ചെയ്യും. ബാക്കി 10 ലീസ് എക്സ്പയർ ആവുന്നതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കും. ഇപ്പോൾ അവർക്ക് 434 പ്ലെയിനുകളാണ് ആക്റ്റീവായിട്ടുള്ളത്. 80 കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കപ്പാസിറ്റി വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ എയർഫെയർസ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ന്യൂസ് അനുസരിച്ച് തിരിച്ചുകൊണ്ടുവരുന്ന പ്ലെയിൻസ് അധികം ഉപയോഗിക്കുന്നത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് റൂട്ട്സിൽ റേറ്റ് കുറയാൻ സാധ്യത കുറവാണ്. FY25 Q2 അവർ വലിയൊരു ലോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏകദേശം 987 കോടിയുടെ ലോസ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത് എഞ്ചിൻ പ്രോബ്ലം, ഫ്യൂൽ കോസ്റ്റും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ Q4 ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന റിസൾട്ടിൽ അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 3068 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊമസ്റ്റിക് സെഗ്മെൻറ്റിൽ നല്ല ഡിമാൻഡ് വർദ്ധിച്ചിരുന്നു. മഹാകുംഭം മറ്റു പല ഇവൻറ്റുകളിലുമായിട്ട് ബന്ധപ്പെട്ട് ഡൊമസ്റ്റിക് സർവീസസ് വളരെയധികം വർദ്ധിച്ചിരുന്നു. അടുത്ത അപ്ഡേറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് FDI ഇൻഫ്ലോയുമായി ബന്ധപ്പെട്ടാണ്. FY25 നെറ്റ് FDI ഇൻഫ്ലോസ് 96% ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. റെക്കോർഡ് ലോ ആയിട്ടുള്ള 353 മില്യൺ ടച്ച് ചെയ്തിരുന്നു. FY24 10 ബില്യൺ ആയിരുന്നു എന്ന് ഓർക്കണം. അത്ര വലിയൊരു ഫാളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായ വലിയൊരു ഇടിവിന് കാരണം ഒന്ന് IPO വഴി പല ഫോറിൻ ഇൻവെസ്റ്റേഴ്സും എക്സിറ്റ് ചെയ്തിരുന്നു. അതായത് ഹ്യുണ്ടായുടെ IPO ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ, സ്വിഗ്ഗിയുടെ IPO ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ നിക്ഷേപം ആ IPOയിൽ അവർ എക്സിറ്റ് ചെയ്തിരുന്നു. ഇനി നേരെ തിരിച്ച് ഇന്ത്യൻ കമ്പനീസ് അവരുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് 29 ബില്യൺ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് 17 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ വർഷം. അടുത്ത സ്വിഗ്ഗി സൊമാറ്റോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, അതായത് CCPA അവരുടെ ക്യാൻസലേഷൻ പോളിസിയും റീഫണ്ട് പോളിസിയും ഒന്ന് റിവൈസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സസീവായിട്ടുള്ള ക്യാൻസലേഷൻ ചാർജുകൾ ഏർപ്പെടുത്തുന്നതും കൃത്യമായിട്ട് ടൈമിൽ റീഫണ്ടുകൾ നൽകാനുമായിട്ട് അവരുടെ സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് CCPA ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇങ്ങനൊരു ഓർഡർ തന്നിട്ടുള്ളത്. സൊമാറ്റോയെക്കുറിച്ച് 7938 കംപ്ലയിൻറ്റുകളും സ്വിഗ്ഗിയെക്കുറിച്ച് 10590 കംപ്ലയിൻറ്റുകളും അവരുടെ സർവീസും റീഫണ്ട് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ നിയമം കർശനമാക്കാനാണ് CCPA ശ്രമിക്കുന്നത്. അടുത്ത അപ്ഡേറ്റും സൊമാറ്റോയുമായി ബന്ധപ്പെട്ടാണ്. അവർ ലോങ് ഡിസ്റ്റൻസ് സർവീസ് ഫീ എന്നുള്ളൊരു ഫീസ് 4 കിലോമീറ്റർ കൂടുതലുള്ള ഡെലിവറീസിന് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ അവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മൂവാണ് ഇതും. 4 കിലോമീറ്ററിൽ കൂടുതലുള്ള ഡെലിവറികൾക്ക്, അതായത് 4 മുതൽ 6 കിലോമീറ്റർ വരെയാണെങ്കിൽ 15 രൂപ ഒരു ഓർഡറിന് മുകളിലും, ഇനി അതിന് കൂടുതലാണെങ്കിൽ 25 രൂപ മുതൽ 35 രൂപ വരെയും അധികമായിട്ട് ചാർജ് ചെയ്യും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്മീഷനും മറ്റ് ചാർജുകൾക്കും മുകളിലാണ് ഈ ഒരു ചാർജ് വരുന്നത്. സൊമാറ്റോയുടെ കഴിഞ്ഞ റിസൾട്ടിൻ്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ്, അവരുടെ ഫുഡ് ഡെലിവറി സർവീസിൽ ചെറിയൊരു സ്ലോ ഡൗൺ വരുന്നുണ്ട്. കഴിഞ്ഞ 2 ക്വാർട്ടറിലെ റിസൾട്ടിലും അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചാർജുകൾ പിന്നെയും വർദ്ധിപ്പിക്കുകയാണ് അവർ. എന്തായാലും പറ്റുന്ന രീതിയിലൊക്കെ അവർ ചാർജസ് ഏർപ്പെടുത്തി അവരുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് അദാനി ഗ്രൂപ്പിൻ്റെയാണ്. അദാനി ഗ്രൂപ്പ് റെക്കോർഡ് പ്രീ ടാക്സ് പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 90,000 കോടിയുടെ പ്രീ ടാക്സ് പ്രോഫിറ്റാണ് അവർ FY25 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എബിട്ട 89,806 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 ഇയറിലെ CAGR ഗ്രോത്ത് നോക്കുമ്പോൾ 24% ഉണ്ട്. അതിൽ നെറ്റ് പ്രോഫിറ്റ് 40,565 കോടി ടച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത റിസൾട്ട് ഹൊനാസ കൺസ്യൂമറിൻ്റെയാണ്. ഈ ഒരു കമ്പനി പേര് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും മാമാഅർത്ത് എന്നുള്ള ബ്രാൻഡ് നെയിം അവർ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ പാരൻറ്റ് കമ്പനിയാണിത്. അവരുടെ Q4 പ്രോഫിറ്റ് 18% ഇയർ ഓൺ ഇയർ കുറഞ്ഞിട്ടുണ്ട്. അത് 24.9 കോടിയായിട്ടുണ്ട്. ഫുൾ ഇയർ പ്രോഫിറ്റ് 32% കുറഞ്ഞ് 72.6 കോടിയായിട്ടുണ്ട്. Q4 റവന്യൂ നോക്കുകയാണെങ്കിൽ 13% വർദ്ധിച്ച് 533.5 കോടിയായിട്ടുണ്ട്. ഗ്രോസ് മാർജിൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, 70.7% ആയിട്ടുണ്ട് Q4. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.